Hi traders, good afternoon and welcome to Market Waves. നിഫ്റ്റിയുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ 21,238 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് -53ന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നൽകിയത്. ഓപ്പൺ ചെയ്തത് 21,185 എന്ന ലെവലിലാണ്. അതിനുശേഷം ഒരു 50 പോയിന്റിനടുക്കെ ഡൗൺവേർഡ് സഞ്ചരിച്ച് 21,137 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്ത് വീണ്ടും അപ്വേർഡ് ആണ് പ്രൈസ് മൂവ് ചെയ്തത്. അങ്ങനെ ഇന്നത്തെ ഉയരമായ 21,482 രേഖപ്പെടുത്തിയതിനു ശേഷം 21,460 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇന്നലത്തെ ക്ലോസിങ്ങിനെ അപേക്ഷിച്ച് നിഫ്റ്റി 222 പോയിന്റ് ഉയരത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 345 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് ഇന്ന് ആകെ നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡേ ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് തന്നിരിക്കുന്നത്. ഇന്നലത്തെ ബീറിഷ് ക്യാൻഡിലിന്റെ ഏതാണ്ട് പകുതി വരെ 50% വരെ ഇന്ന് പ്രൈസ് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മൂവ്മെന്റ് തന്ന ഇന്നേ ദിവസം ഇന്നലത്തെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെട്ടു എന്നൊന്ന് പരിശോധിക്കാം. ഇന്നലെ ഇവിടെ ചാർട്ടിൽ കാണുന്ന പോലെ 21,379 എന്ന ലെവലിൽ ഗ്രീൻ ലൈനും 21,192 എന്ന ലെവലിൽ റെഡ് ലൈനും സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല് ആൻഡ് സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവലുകൾ രേഖപ്പെടുത്തിയിരുന്നു. ഇതിനിടയിലുള്ള ബ്ലാക്ക് ലൈനുകൾക്കിടയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഇന്ന് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും എന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന 21,192 ലെവലിലുള്ള റെഡ് ലൈനിന് താഴെയാണ് ഇന്ന് പ്രൈസ് ഓപ്പൺ ആയത്. അവിടെ നിന്നും പെട്ടെന്ന് തന്നെ 50 പോയിന്റോളം നിഫ്റ്റി ഡൗൺവേർഡ് സഞ്ചരിച്ചു എങ്കിലും ഉടനെ തന്നെ അടുത്ത 5 മിനിറ്റിനുള്ളിൽ തന്നെ ഓപ്പണിങ്ങിനും അതുവരെ രേഖപ്പെടുത്തിയ ഹൈക്കും മുകളിൽ പ്രൈസ് ക്ലോസ് ചെയ്യുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ചെറിയ ടൈം ഫ്രെയിം 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റുകൾ പരിശോധിക്കുമ്പോൾ പ്രൈസ് ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ഉടനെ നൽകിയ ഡിക്ലൈനിൽ പ്രൈസ് ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ ലഭിക്കുന്ന ഒരു അവസരത്തിൽ അപ്പോൾ തന്നെ ഒരു ഓപ്ഷനിൽ എൻ്റർ ചെയ്ത് അതുവരെ നൽകിയ ലോ ഓർ പ്രധാനമായും തൊട്ടു താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്വേർഡ് ഡയറക്ഷനാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ച് അപ്വേർഡ് ഡയറക്ഷനിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ പ്രധാനമായും പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഗ്രീൻ ലൈൻ ലെവൽ, അതായത് സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്, അഥവാ ഞാൻ അങ്ങനെയാണ് കണക്കാക്കാറ്. കൃത്യമായും ആ ലെവൽ വരെ ടാർഗറ്റ് ലഭിച്ചിരുന്നു. ഏതാണ്ട് 21,214 മുതൽ 379 വരെ 165 പോയിന്റിന്റെ അപ്വേർഡ് മൂവ്മെന്റ് ആണ് നമുക്ക് ലഭിച്ചത്. അതിനുശേഷം ആ ഏരിയയിൽ പ്രൈസ് എന്താണ് നൽകുന്ന ഇൻഡിക്കേഷൻ എന്ന് വാച്ച് ചെയ്യുമ്പോൾ ഒരു ഡിക്ലൈൻ ഫീലിംഗ് ആണ് എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഏരിയയിൽ നിന്നും ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ നൽകിയ ഉയരം സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച കണക്കിന് തന്നെ ബ്ലാക്ക് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുക്കുകയും ആ ട്രേഡ് എക്സിറ്റ് ആവുകയും തുടർന്ന് അപ്വേർഡ് ഡയറക്ഷനിൽ വീണ്ടും ട്രേഡ് ചെയ്യാനുള്ള അവസരവും നമുക്ക് നിഫ്റ്റി തന്നിരുന്നു. ഇവിടെ നിന്നും പ്രൈസ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവുമ്പോൾ ഈ ഏരിയയിൽ നിന്നും എൻ്റർ ആവാൻ ശ്രമിച്ചവർക്ക്, അഥവാ ആദ്യത്തെ അവസരത്തിൽ ഈ ഏരിയയിൽ നിന്നും എക്സിറ്റ് ചെയ്ത് വീണ്ടും ഒരു ഡിക്ലൈൻ നൽകി ഒരു കറക്ഷൻ നൽകി അപ്വേർഡ് ഡയറക്ഷൻ വെയിറ്റ് ചെയ്തവർക്കും ഇതേ ഏരിയയിൽ നിന്ന് ട്രേഡ് ചെയ്ത് ഒരു ട്രേഡിൽ എൻ്റർ ആയി അതുവരെ നൽകിയ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സാമാന്യം വളരെ ഭേദപ്പെട്ട ടാർഗറ്റാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. നാളെയും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഞാൻ ഒരു 90% പ്രതീക്ഷിക്കുന്നത്. ചാർട്ട് പാറ്റേൺ നമുക്ക് നൽകുന്ന ഒരു ഇൻഡിക്കേഷൻ അങ്ങനെയാണ്. എന്നാലും അതത് ദിവസത്തിന് അതത് ന്യൂസിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായേക്കാം. അപ്പോൾ നാളത്തെ ഓപ്പണിംഗ് അനുസരിച്ചേക്കും. അതിനുശേഷം ആദ്യ സമയങ്ങളിൽ നൽകുന്ന ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ 1.5-3 മണിക്കൂർ സമയത്തിനുള്ളിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്കാണ് ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റ് അനുസരിച്ച് നാളേക്ക് എന്താണ് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്ന് ഒന്ന് വിശദീകരിക്കാം. 21,571 ലെവലാണ് സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന രീതിക്ക് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ ആയിട്ട് 21,392 എന്ന ലെവൽ റെഡ് ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ. ഇതിനിടയിൽ ബ്ലാക്ക് ലൈനുകൾ 21,431, 21,527 എന്ന ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാളെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഗ്യാപ്പ് അപ്പ് ആണ്. 21,527, 21,550 ലെവലുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിച്ചേക്കാം എന്ന പ്രതീക്ഷയാണ് എനിക്ക് കൂടുതലായും ഉള്ളത്. അങ്ങനെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നാളെ ലഭിക്കുന്നതെങ്കിൽ ഈ ഏരിയയിൽ വന്ന് പ്രൈസ്
ഓപ്പൺ ആയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഇൻഡിക്കേഷൻ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതൊരു സെല്ലിംഗ് ആണ് എങ്കിൽ അതുവരെ നൽകിയ ഉയരം അഥവാ 24,571 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ന് നൽകിയ ഉയരമായിരിക്കാം ആദ്യം നമുക്ക് ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് സോൺ, അതായത് ടാർഗറ്റ് ഏരിയ. തുടർന്ന് ഈ ബ്ലാക്ക് ഏരിയ ലഭിച്ചേക്കാം. എങ്കിലും ഈ റെഡ് ലൈൻ 20,392 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു സെല്ലിംഗ് ഡയറക്ഷനിലേക്ക് പൂർണ്ണമായും ടാർഗറ്റ് കണക്കാക്കിക്കൊണ്ട് ഹോൾഡ് ചെയ്യുകയുള്ളൂ. അതല്ലാത്ത പക്ഷം ചെറിയ ടാർഗറ്റുകൾ കവർ ചെയ്ത് മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കുകയായിരിക്കും ചെയ്യുക. എന്നാൽ ഇവിടെ തന്നെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ലോ പ്രധാനമായും 20,392 എന്ന സ്റ്റോപ്പ് ലോസ് ബൈ എന്ന റെഡ് ലൈൻ കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അപ്പോൾ 20,527, 571 എന്ന സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന ഏരിയ തന്നെയാണ്. അതിനു മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണ് എങ്കിൽ തുടർന്ന് കിട്ടാവുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുമ്പോൾ അതുവരെ നൽകിയ ലോ ഓർ പ്രധാനമായും തൊട്ടു താഴെയുള്ള സപ്പോർട്ട് ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെ വീണ്ടും പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യുന്നതാണെങ്കിൽ അതുവരെ നൽകിയ ഉയരം ആദ്യത്തെ ടാർഗറ്റും തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 24,610, 660, 723 എന്നീ ലെവലുകൾ ടാർഗറ്റുകളായി പ്രതീക്ഷിക്കാം. റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് പ്രൈസ് ഡൗൺവേർഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന സപ്പോർട്ടുകൾ 21,342, 305, 224, 21,183, കഴിഞ്ഞ ദിവസത്തെ ലോയായ 21,137 എന്നിവയാണ് ഞാൻ സപ്പോർട്ടുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്ന പക്ഷം തുടർന്ന് ലഭിക്കുന്ന അപ്വേർഡ് മൂവ്മെന്റിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ കാണിക്കുമ്പോൾ അതുവരെ നൽകിയ ഉയരം സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ഈ ടാർഗറ്റുകളിൽ നിന്നും കൂടുതലായി ഒരു ടാർഗറ്റ് നമുക്ക് താഴോട്ട് ലഭിക്കണമെങ്കിൽ 24,137 എന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ അതിനിടയിൽ ക്ലോസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിഫ്റ്റി ഫർദർ ഡിക്ലൈൻ ആണ് മൂവ് ചെയ്യുക എന്ന് ഞാൻ ഉറപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് നാളെയും നിഫ്റ്റിയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.